മുൻ സീസണുകളിലെ മത്സരാർത്ഥികളെ പോലെ ലവ് ട്രാക്ക് പയറ്റി പിടിച്ചു നിൽക്കാനാണ് ഗബ്രിയും ജാസ്മിനും ഇപ്പോഴും ശ്രമിക്കുന്നത്. നോമിനേഷനിൽ വന്നാൽ ജാസ്മിൻ ചിലപ്പോൾ പുറത്താകുമെന്ന് പേടിച്ചാണ് ഗബ്രി ജാസ്മിനെ പവർ റൂമിലേക്ക് മാറ്റിയത്. ഗബ്രി എന്ത് തെറ്റ് ചെയ്താലും ജാസ്മിനും ജാസ്മിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചാൽ ഗബ്രിയും പരസ്പരം ന്യായീകരിക്കുകയാണ്. ഇത് ബിഗ് ബോസ് മലയാളം സീസൺ 6 മോശമാക്കുകയും ചെയ്യുന്നുണ്ട്. ഐസ്ക്രീം വിവാദമുണ്ടായപ്പോൾ ഗബ്രി സംസാരിക്കേണ്ടടുത്ത് പകരം സംസാരിച്ചത് ജാസ്മിനാണ്. ബിഗ് ബോസ് വീട്ടിലെ മറ്റു മത്സരാർത്ഥികൾ പറയുന്നത് പോലെ ഗബ്രിയും ജാസ്മിനും പരസ്പരം വാലായാണ് വീടിനുള്ളിൽ നടക്കുന്നതെന്ന് തന്നെയാണ് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസവും ബിഗ് ബോസ് വീടിനുള്ളിൽ അരങ്ങേറിയത് നാടകീയ രംഗങ്ങളായിരുന്നു. ജാസ്മിനെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിക്കുന്നു. ജാസ്മിൻ്റെ അച്ഛന് ജാസ്മിനോട് സംസാരിക്കണമെന്ന് ബിഗ് ബോസ് പറയുന്നു. പക്ഷേ അതിനെക്കുറിച്ചുള്ള തുടർച്ചകളൊന്നും ബിഗ് ബോസ് സംപ്രേഷണം ചെയ്തിരുന്നില്ല. അതും വിമർശനങ്ങൾക്ക് ഇടയാവുകയാണ്. കൺഫ്യൂഷൻ റൂമിൽ നിന്നും തിരികെ എത്തിയ ജാസ്മിൻ വളരെ സൈലൻ്റായാണ് കാണപ്പെട്ടത്. വാപ്പച്ചിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തേക്കുവാണ്. വെള്ളിയാഴ്ച ഓപ്പറേഷനാണ്, ബ്ലോക്കിൻ്റെ പ്രശ്നമുണ്ട്, അങ്ങനെയൊക്കെയാണ് സംസാരിച്ചതെന്ന് ജാസ്മിൻ മറ്റുള്ളവരോട് പറയുന്നുമുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു തെളിവുമില്ല. ജാസ്മിൻ പറയുന്നത് മാത്രമേ പ്രേക്ഷകർക്കും അറിയാവൂ, അവിടെയുള്ള മത്സരാർത്ഥികൾക്കും അറിയാവൂ. ഒപ്പം നിന്ന് മറ്റുള്ളവർ പോയപ്പോൾ ഗബ്രിയോട് ഇരിക്കാൻ പറയുന്നുണ്ട് ജാസ്മിൻ. എന്തൊക്കെയോ ടെൻഷൻ കൊണ്ട് ആകെ മൂഡൗട്ടായിരുന്നു ജാസ്മിൻ. പിന്നീട് എന്ത് പറ്റിയെന്ന് ഗബ്രി ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടിയില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല എന്നും എനിക്കിവിടെ നിന്ന് പോകണമെന്നുമൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. ഗബ്രി ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും ജാസ്മിൻ കൂളാകുന്നില്ല. ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല എന്നാണ് ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്നറിയാം. എന്തായാലും ലാലേട്ടൻ്റെ എപ്പിസോഡിനായി കാത്തിരിക്കുകയാണ് ആരാധകരും. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.